ഒട്ടേറെ പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് 2 ആഴ്ചയായി. ഇതുവരെയും അപകടത്തിന്റെ കാരണം നമുക്ക് കണ്ടെത്താനായിട്ടില്ല. എല്ലാ തവണത്തേലും പോലെ ഇതും വെറും പൈലറ്റിന്റെ അശ്രദ്ധ മാത്രമായി കാണാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതല്ല എന്ന് പറയാൻ മരിച്ചുപോയ അദ്ദേഹം തിരിച്ചെത്തത്തോളം കാലം നമുക്കൊന്നും അറിയാനും കഴിയില്ല എന്നതാണ് സത്യം. അടുത്തതാണെങ്കിൽ വിമാനത്തിനുള്ളിൽ നിന്നും ലഭിച്ച ബ്ലാക്ക് ബോക്സ് ആണ്. അതിൽ നിന്നും പല ഉത്തരങ്ങളും ലഭിച്ചെങ്കിലും ഒന്നും ഇതുവരെയും പുറംലോകം അറിഞ്ഞിട്ടില്ല. മാത്രമല്ല അത് കടത്തിക്കൊണ്ട് പോവാൻ വേണ്ടി വട്ടമിട്ട് അമേരിക്ക പറക്കുന്നുമുണ്ട്. അതെങ്ങാനും അമേരിക്കയുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാര്യവും കാരണവും നമുക്ക് അറിയാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ഒരു വിവരം പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെയും പുറത്തു വിടുന്നില്ല എന്ന് തന്നെയാണ് ഈ ദുരൂഹത വളരെയേറെ വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോഴും ഊഹാപോഹങ്ങളും വിദഗ്ധരുടെ വിലയിരുത്തലുകളും മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. 2 എഞ്ചിനുകളും പൂർണ്ണമായും തകർന്നതിന്റെ ഫലമായിട്ടാണ് ആക്സിഡന്റ് സംഭവിച്ചത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2 എഞ്ചിനുകളും തകരാറിലായി കഴിഞ്ഞാൽ തന്നെ പിന്നീട് പ്രവർത്തിക്കാനുള്ള സംവിധാനം പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലും ആകാശത്ത് അധിക നേരം നിൽക്കാൻ വിമാനത്തിന് കഴിയാത്തതിനാൽ തന്നെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു അത്രേ. സത്യം പറഞ്ഞാൽ ബോയിങ് കമ്പനിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ അപകടം നൽകുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന കാലം മുതൽ തന്നെ ഒത്തിരി വിവാദങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ബോയിങ് 787 വിമാനത്തിന്. അക്കാലയളവിൽ തന്നെ പല ആളുകളും വിമാനത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. നിർമ്മാണം നടത്തിയ എഞ്ചിനീയർമാരിൽ പലരും വില കുറഞ്ഞതും ഉറപ്പില്ലാത്തതുമായ പാർട്സ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെക്കുകയും ഉണ്ടായി. ഇപ്പോൾ ഈ വിമാനം തകർന്നതിലൂടെ ആ വിമർശനങ്ങളൊക്കെയും ശരിയായിരുന്നു എന്ന് തന്നെയാണ് തെളിയുന്നത്. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെ നൽകുന്നു എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ ഇനിയും ആളുകളെ അറിയിക്കാതിരിക്കാൻ വിമാന കമ്പനി ശ്രമിക്കുന്നത്. ഇതിനിടെ അപകടം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതിന് എയർ ഇന്ത്യയുടെ 3 എയർബസ് വിമാനങ്ങൾക്ക് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ താക്കീത് നൽകിയിരുന്നു എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പറയുന്നത് അതിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഇല്ല എന്ന് തന്നെയാണ്. അതിന്റെ സത്യാവസ്ഥ കണ്ടു തന്നെ അറിയണം. പരിശോധന നടത്തുന്നതിൽ 1 മാസം കാലതാമസം വരുത്തിയ ഒരു എയർബസ് A320 വിമാനം ദുബായ്, റിയാദ്, ജെദ്ദ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതായി DGCA കണ്ടെത്തിയത്രേ. മറ്റൊരു A319 വിമാനത്തിൽ ഈ പരിശോധന നടത്തിയിട്ട് 3 മാസം കഴിഞ്ഞിരുന്നു. 3ാമത്തെ വിമാനത്തിന്റെ പരിശോധനയിൽ 2 ദിവസത്തെ താമസമാണ് വന്നത്. ഇതിനിടെ മധുരയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെന്നൈയിൽ തിരിച്ചിറക്കുകയായിരുന്നു. സാധാരണ ഏതൊരു ഉപകരണവും പോലെ തന്നെ വിമാനത്തിനും ഇടയ്ക്കിടയ്ക്ക് അഴിച്ചുപണിയും മെയിൻ്റെനൻസും നിർബന്ധമാണ്. എന്നാൽ ഇതൊക്കെ വിമാന കമ്പനി ചെയ്തിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പും നൽകാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ കാലഹരണപ്പെട്ട അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റെനൻസ് ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് നഷ്ടമായത് 274 ജീവനുകളെയാണ്. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ഇപ്പോഴെങ്കിലും നമ്മൾ ഇതിനു പുറകിലെ സത്യാവസ്ഥകൾ അറിഞ്ഞില്ല എങ്കിൽ ദുരന്തങ്ങൾ ഒരു തുടർക്കഥയായി മാറുമെന്ന കാര്യം തീർച്ചയാണ്.